ഞാൻ അധികം ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങളിൽ ഗോപിക സെൻസിറ്റീവാണ്. അപ്പൊ നമ്മളൊരു കബോർഡ് തുറന്നു സാധനം എടുത്തു. ഈ കബോർഡ് അടയ്ക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗോപിക വിട്ടുകളും. കബോർഡ് തുറന്നു കിടക്കുന്നത് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷം. അപ്പൊ ഞാൻ കൈ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. പെട്ടെന്നൊരു മെസ്സേജ് വന്നു. ഞാൻ മെസ്സേജ് നോക്കി. ഇവിടെ ഒരു ഗ്ലാസ് നിറഞ്ഞു എടുത്ത് മാറ്റി വെച്ചു. ഇതൊക്കെ അപ്പുറത്ത് സെൻസിറ്റീവാ. കൈ കഴുകി കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ സാധനത്തിൽ തൊട്ടു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എന്താ പ്രശ്നത്തെ വെച്ചാൽ ലോജിക്കലി ഇതിനെ ഡിബേറ്റ് ചെയ്യാനും പറ്റൂല. പിന്നെ എന്തിനാ നിങ്ങൾ കൈ കഴുകിയേക്ക്? ഇത്രയും നേരം നിങ്ങൾ കൈ പിടിച്ചുകൊണ്ടിരുന്ന മൊബൈല് കൈ കഴുകി വന്ന് വീണ്ടും പിടിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് കൈ? അത് ചോദിച്ച ഡിബേറ്റ്. അതുകൊണ്ടെന്താ വെച്ചാ ഞാൻ വാദിക്കാൻ നിൽക്കില്ല. ഞാൻ ചേഞ്ച് ചെയ്യും. ഗോപുര എന്നുള്ള പേരും അത് അച്ഛനിട്ട പേരാ. ഗോപുരയില് ഗോപുണ്ട്, ജിയും പിയും ഉണ്ട്. പിന്നെ 27ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ വീട്. ഇപ്പൊ ഗോപുര എന്നുണ്ട്. പിന്നെ പുര എന്ന് പറഞ്ഞ വീടാണ്. ഗോവിന്ദ് പത്മസുര എന്നൊക്കെ പേരിട്ട പോലെ അച്ഛൻ. നിങ്ങൾ ആൾക്കാരാണ് കല്യാണം കഴിക്കാനെന്ന് തീരുമാനിച്ചത് നമ്മൾ ആദ്യമായി പറയുമ്പോൾ നമ്മുടെ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്ത്? എന്റെ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ജീപ്പിച്ചേട്ടൻ എന്തിനാ എനിക്കറിഞ്ഞൂടാ. ജീപ്പിച്ചേട്ടൻ കല്യാണം എന്തിനാ? നിങ്ങൾക്ക് എന്റെ ആവശ്യം എന്നൊക്കെ ഞാൻ ചോദിച്ചാൽ എന്തോടാ മനസ്സിലായില്ല. അതിന് വേറെ അർത്ഥം വരും. അതല്ല അവർ ഉദ്ദേശിച്ചത്.